ഹായ് ഫ്രണ്ട്സ്, അമ്മയുടെ രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ബിരിയാണി റൈസിൻ്റെ കൂടെ നമ്മൾ സെർവ് ചെയ്ത ചിക്കൻ കറിയാണിത്. അതുമാത്രമല്ല, ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കറിയാണ്. അതിനായിട്ട് നമ്മളിവിടെ ഒരു 3 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഈ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്യാൻ നേരം നമ്മൾ ജസ്റ്റ് ഉപ്പും മുളക് പൊടിയും കുറച്ച് നാരങ്ങാനീരും കൂടെ പുരട്ടി വെച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് സവാള, അതുപോലെ തന്നെ തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില. അപ്പോൾ ഇത്രയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു ചട്ടി ഒന്ന് ചൂടാവാനായിട്ട് വെക്കാം. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കടുകൊക്കെ നല്ല പോലെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ബാക്കി കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മുടെ സവാളയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ തക്കാളി ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല, ഇത് ജസ്റ്റ് ഒന്ന് വഴന്നതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ വറക്കാൻ നേരം ഓൾറെഡി കുറച്ച് ഉപ്പിട്ടിട്ടുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ കുറച്ചേ ഇടുന്നുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതാ നമ്മുടെ സവാളയൊക്കെ ജസ്റ്റ് ഒന്ന് വഴന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മുമ്പേ മാറ്റി വെച്ചിരുന്ന നമ്മുടെ തക്കാളി ഇതിനകത്തേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള മസാല എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് കുരുമുളക് പൊടി, പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലയാണ്. അപ്പോൾ അത് കറിക്ക് നമ്മുടെ ആവശ്യത്തിന് എടുക്കുക. പിന്നെ കുറച്ച് മുളക് പൊടി, ഇത് എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു പരുവമായിട്ടുണ്ട് നമ്മുടെ സവാളയൊക്കെ. ഇത്രയും വഴന്നാൽ മതി, ഇതിൽ കൂടുതൽ വഴന്നു പോകേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ മസാല പൊടികൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ പൊടിയൊക്കെ നല്ല പോലെ ഒന്ന് മൂത്ത് വരുന്നത് വരെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. കരിഞ്ഞു പിടിക്കരുത്. കരിഞ്ഞു പിടിച്ചാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറും. അപ്പം നല്ല പോലെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. അങ്ങനെ നമ്മുടെ പൊടിയുടെ ആ ഒരു കുത്തലൊക്കെ പോയി നല്ല പോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് തിളപ്പിക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല പോലെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചിക്കനൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് മല്ലിയിലയും പുതിനയിലയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയുമാണ്. മല്ലിയിലയുടെയും പുതിനയിലയുടെയും ഒക്കെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ നമുക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് നമ്മൾ കുറച്ച് മല്ലിയിലയും പുതിനയിലയും പിന്നെ കറിവേപ്പിലയും കൂടെ ഒന്നിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ചിക്കൻ കറിയുടെ റെസിപ്പി. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്